ഹലോ ഗായ്സ്, ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് കേക്ക് മുറിക്കാം. ഇന്നത്തെ വിശേഷങ്ങളിലോട്ട് നമുക്കിന്ന് കടക്കാം. അപ്പോൾ കേക്ക് കൊണ്ടുവന്നു. ഇതാണ് എൻ്റെ ബർത്ത്ഡേ കേക്ക്. അപ്പോൾ നമുക്ക് കേക്ക് മുറിക്കാം. അങ്ങനെ എല്ലാവരും കൂടെ ഹാപ്പി ബർത്ത്ഡേ പാടി കേക്ക് മുറിച്ചു ഗായ്സ്. കേക്ക് മുറിച്ച് ആദ്യം എൻ്റെ അച്ഛനാണ് എനിക്ക് വായി വെച്ച് തന്നത്. കേക്ക് മുറിക്കാൻ ഇച്ചിരി പാടുണ്ടായിരുന്നു. അച്ഛൻ എനിക്ക് വായി വെച്ച് തന്നു. ഞാനും അച്ഛൻ്റെ വായി വെച്ച് കൊടുത്തു. പിന്നെ അച്ഛൻ എൻ്റെ അനിയത്തിയുടെയും വായി വെച്ച് കൊടുത്തു. അങ്ങനെ ഞാൻ കേക്ക് മുറിച്ചു. എന്നിട്ട് എൻ്റെ കൂട്ടുകാരുടെ വായി വെച്ച് കൊടുത്തു. സൂപ്പർ കേക്ക്, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും മുറിച്ച് കൊടുത്തു. എൻ്റെ ചെള്ളക്ക് എല്ലാവരും കേക്ക് വാരിയൊക്കെ തേച്ച് കേട്ടോ. പിന്നെ എൻ്റെ അമ്മയാണ് എനിക്ക് വായി വെച്ച് തന്നത്. ഞാൻ അമ്മയ്ക്കും വായി വെച്ച് കൊടുത്തു. എല്ലാവരും വായി വെച്ച് തന്ന് വായിക്കാൻ തൊട്ട് സ്ഥലമില്ലായിരുന്നു ഗൈസ്. കണ്ടില്ലേ, എന്നെ കണ്ടില്ലേ എല്ലാവരും മോതക്കൊക്കെ വാരി തേക്കുമായിരുന്നു. അയ്യോ, എൻ്റെ അമ്മച്ചിയാണ് കേട്ടോ എൻ്റെ വായി വെച്ച് തന്നത്. എന്നെ കണ്ടില്ലേ. അപ്പോൾ ഗൈസ്, ഇനി എല്ലാവരുടെയും മോന്തയ്ക്ക് ഞാനാണ് കേക്ക് തേക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം അച്ചാത്തിന് വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അമ്മച്ചിയുടെ മുഖത്ത് തേച്ചു. പിന്നെ ജയശ്രീയമ്മയുടെ മുഖത്ത് തേച്ചു. പിന്നെ പേരമ്മയുടെ മുഖത്ത് തേച്ചു. പിന്നെ ആ വെല്ലിച്ചൻ്റെ മുഖത്ത് തേക്കാൻ പോയപ്പോൾ വെല്ലിച്ചൻ പറഞ്ഞു വേണ്ടാന്ന്. കണ്ടില്ലേ ഗൈസ്, ഞാൻ നാണം കെട്ട് പോയി ഗൈസ്. അപ്പോൾ പിന്നെ എനിക്ക് എല്ലാവരും ഗിഫ്റ്റ് തരാൻ വേണ്ടി സൈഡിലൊക്കെ ഗിഫ്റ്റൊക്കെ തേച്ച് വെച്ചേക്കുമായിരുന്നു. അതായത് ഗിഫ്റ്റൊക്കെ സൈഡിൽ വെച്ചേക്കുമായിരുന്നു. സോറി, തെറ്റിപ്പോയി. അങ്ങനെ അതുകൊണ്ട് എൻ്റെ കസിനായിട്ടിയുടെ മുഖം കണ്ടു. എല്ലാവരും അത് കണ്ട് ചിരിക്കുമായിരുന്നു ഗൈസ്. ഇതെല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നു. കണ്ടില്ലേ, ഞാൻ കഴിക്കുന്നത് കണ്ടോ. എല്ലാവർക്കും കേക്ക് ഇഷ്ടപ്പെട്ടു, നല്ലതാണെന്ന് പറഞ്ഞു. പിന്നെ സൈഡിൽ പാട്ടൊക്കെ ഇട്ടേക്കായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ എൻ്റെ ബർത്ത്ഡേ. ബലൂണൊക്കെ ഒട്ടിച്ച് നല്ല സെറ്റാക്കിയായിരുന്നു കേട്ടോ വെച്ച്. കണ്ടില്ലേ അവിടെ എല്ലാം സെറ്റാക്കി വെച്ചേക്കുന്നത്. പിന്നെ എല്ലാവർക്കും കേക്ക് മുറിച്ച് കൊടുത്തു. പിന്നെ ഞാനായിരുന്നു മുട്ടായി എടുത്ത് കൊടുത്തത്. ഡയറി മിൽക്കായിരുന്നു ആദ്യം കൊടുത്തത്. പിന്നെ ഒരു ഹാർട്ട് ഷേപ്പിലെ മുട്ടായിയും ഞാൻ എടുത്ത് കൊടുത്തപ്പോൾ എല്ലാവരും വാങ്ങിച്ചു കേട്ടോ. എല്ലാവരും ഭയങ്കര ചിരിയായിരുന്നു. പിന്നെ കണ്ടില്ലേ, എല്ലാവർക്കും ഞാൻ കൊടുത്തു കേട്ടോ. ഒരാളുടെ മുട്ടായി താഴെ വീണു. അത് ചേച്ചി എടുത്തു കൊടുത്തു. ആൻഡിലെ എൻ്റെ മുടിയെ മൊത്തം കേക്കാണ് ഗൈസ്. അയ്യോ, ഞാൻ അത് കഴുകിക്കളയാൻ കുറേ പാടുപെട്ടു. കണ്ടില്ലേ, ഞാൻ തുടച്ച് നിന്നിട്ട് പോയി മുഖമൊക്കെ. എന്നിട്ട് എല്ലാവരും കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വാരിയേറിയില്ലായിരുന്നു. പിന്നെ ഡാൻസ് കളിച്ചു ഗൈസ്. ഒരുപാട് നേരം ഡാൻസ് കളിച്ചു. നല്ല രസമായിരുന്നു അവിടെ ഡാൻസ് കളിക്കാൻ. ഞങ്ങൾ രണ്ടുപേരും കണ്ടില്ലേ ഡാൻസ് കളിക്കുന്നുണ്ട്. ഓ ഓ ഓ ഞങ്ങൾ അടിച്ചു പൊളിക്കായിരുന്നു ഗൈസ്. രാത്രിയിൽ മൊത്തം അടിച്ചു പൊളിയായിരുന്നു ഗൈസ്. കണ്ടില്ലേ, പിള്ളേർ സെറ്റ് എല്ലാവരും കൂടെ അടിച്ച് പൊളിച്ച്. അയ്യോ, നല്ല രസമായിരുന്നു കേട്ടോ. കണ്ടില്ലേ എൻ്റെ ഡാൻസ് കണ്ടില്ലേ, എങ്ങനെയുണ്ട് ഗൈസ്, കൊള്ളാവോ? പിന്നെ അമ്മച്ചിയും എല്ലാവരും കൂടെ ഡാൻസ് തുടങ്ങി. കണ്ടില്ലേ, ജയശ്രീയമ്മയും അമ്മച്ചി ഞങ്ങളെല്ലാവരും കൂടെ അങ്ങ് ഡാൻസ് തുടങ്ങി. നല്ല രസമായിരുന്നു. കണ്ട ഭയങ്കര സെറ്റപ്പായിരുന്നു ഗൈസ്. നല്ല രസമായിരുന്നു. കണ്ടില്ലേ, ഞാൻ ഡാൻസ് കളിക്കുന്ന കണ്ടില്ലേ. ഞാനാണെങ്കിൽ അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ